MES യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെയും കൂത്തുപറമ്പ് MES കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. MES മെഗാ ജോബ് ഫെയർ 2K25 എന്ന പേരിലാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. MES സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ മേള ഉദ്ഘാടനം ചെയ്തു. അതിന് താല്പര്യം കൊടുത്ത് പ്രവർത്തിച്ചവരൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ രേഖപ്പെടുത്തുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മൈൽസ്റ്റോൺ, സ്റ്റെപ്പ് സ്റ്റോൺ. ഇത് സാധാരണ നടക്കുന്ന ഗെറ്റ് ടുഗദർ അല്ല, ഒരു കമ്പനിക്കാരും വിദ്യാർത്ഥികളും നമ്മൾ ഗെറ്റ് ടുഗദർ അല്ല. ഇത് ക്യാമ്പസിൽ നിന്നും കരിയറിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. നിങ്ങളുടെ അംബീഷൻ അത് സാഫല്യമാകുന്ന ഒരു മുഹൂർത്തമാണ്. വിദ്യാർത്ഥിയായി ഈ സ്കൂളിൽ കോളേജിൽ വന്നു ഒരു ഉദ്യോഗത്തിയായി പോകുന്ന അവസ്ഥ ഞങ്ങൾക്കൊന്നും ലഭിക്കാത്ത ഒരു ബാധ്യത ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക്. അഭ്യസ്തവിദ്യരായ വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്താനും പുതിയ കഴിവുകൾ നേടാനും കരിയറിൽ മുന്നോട്ടു പോകാനും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് MES യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെയും കൂത്തുപറമ്പ് MES കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിച്ചത്. SSLC മുതൽ ബിരുദാനന്തരതല വിദ്യാഭ്യാസം വരെ വിവിധ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കായി എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ബാങ്കിംഗ്, ഫാർമസി, ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കുചേരാവുന്ന രീതിയിലാണ് തൊഴിൽമേള രൂപകൽപ്പന ചെയ്തത്. 25-ലധികം പ്രമുഖ കമ്പനികളും സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് മേളയിൽ പങ്കെടുത്തത്. ഏകദേശം 1500-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയൊരുക്കുന്ന ഈ മേളയിൽ നിരവധി പേരാണ് എത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ MES യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് RK ഷാഫി അധ്യക്ഷനായി. MES സംസ്ഥാന സെക്രട്ടറി SMS മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. MES കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K ഷൈമ, MES യൂത്ത് വിംഗ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി BH മുഹമ്മദ് നിസാർ, മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ വരയാലിൽ മൊയ്തു ഹാജി, യൂത്ത് വിംഗ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് റിയാസ്, യൂത്ത് വിംഗ് ഭാരവാഹി അമീർ, സുഹൈൽ, സ്റ്റാഫ് പ്രതിനിധി യസ്മിന, PTA പ്രതിനിധി നൌഷാദ്, കോളേജ് യൂണിയൻ ചെയർമാൻ KM അറഫാത്ത്, BBA HOD അമൃതജ അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.